മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിനോട് ചേർന്ന് UPS റൂമിൽ പുക കണ്ടതിനെ തുടർന്ന് രോഗികളെ ഒഴിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിലെ ഉപകരണങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റി. നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണ്. UPS മുറിയിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഇല്ല, അത് ന്യൂറോ സർജറിയിൽ ആ ഡോക്ടേഴ്സ് കൂടെ പോയിട്ടുണ്ട്, ഫയർഫോഴ്സിന്റെ കൂടെ. അത് 4ാമത്തെ നിലയിലാണ്. അതിന് ഷിഫ്റ്റ് ആക്കണമെന്ന് അവരോട് തീരുമാനിച്ച് പറയാൻ പറ്റും. ഇല്ല, അതുകൊണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. മാറ്റണം എന്നാണ് ഇമ്മീഡിയറ്റ് മാറ്റം. അല്ല, അത് റെഡിയാക്കും. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് ഒരു തവണ എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിംഗ് ലിഫ്റ്റ്, ബാത്റൂം, MRI, CT ഉള്ളിലൊക്കെ ചെക്ക് ചെയ്തു. ഡബിൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഒന്നുകൂടി റൗണ്ട്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആള് ഷിഫ്റ്റ് ചെയ്ത സ്ഥലത്ത് അവിടേക്ക് ഏറൊക്കെ എവിടെയാണ് ഷിഫ്റ്റ് ചെയ്ത് അവിടെയൊക്കെ പോയി നോക്കാൻ പറഞ്ഞിട്ട് എല്ലാ HODമാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓർത്തോ HOD ഇവിടെ തന്നെയുണ്ട്. ഡോക്ടർ ജേക്കബ് ഉണ്ട്, ഡോക്ടർ ജയേഷ് മെഡിസിൻ HOD ഇവിടെയുണ്ട്. ബാക്കി കുറെ ഡോക്ടേഴ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഷിഫ്റ്റ് ചെയ്ത പേഷ്യന്റൊക്കെ അവരോട് പോയി കാണാൻ പറ്റും കേട്ടോ. ശരി, അല്ല, ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്ത കുറച്ച് പേര് മാത്രം പ്രൈവറ്റിൽ പോയില്ല. ബാക്കിയെല്ലാം ഇവിടെയാണ്. ബാക്കിയൊക്കെ കോളേജിലെ പഴയ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് TCCയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിനോട് ചേർന്ന് UPS റൂമിൽ പുക കണ്ടതിനെ തുടർന്ന് രോഗികളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിലെ ഉപകരണങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. UPS മുറിയിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. രോഗികളെ എല്ലാം തന്നെ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ സാധിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏകദേശം 30ഓളം രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് കളക്ടർ വിവരം അറിയിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ പുക ശ്വസിച്ചതിനെ തുടർന്ന് നിരവധി പേർക്ക് ശ്വാസതടസ്സം അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്ന്, മരണം 3 എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അനീഷ്, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ T. സിദ്ദിഖ് MLA ആണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരാൾ അദ്ദേഹത്തിന്റെ വയനാട് മണ്ഡലത്തിലെ കോട്ടപ്പുറം ഭാഗത്തു നിന്നുള്ള 41 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർ വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയായിരിക്കും. അവരുടെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തുകയും ചെയ്ത്. ഈ തീപിടുത്തമുണ്ടായി ആളുകളെ മാറ്റിയപ്പോൾ വെന്റിലേറ്റർ സഹായത്തോടെയുള്ള ആ പ്രവർത്തനം ഈ ആശുപത്രി മാറ്റുന്നതിനിടയിൽ അവർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് T. സിദ്ദിഖ് MLA പറയുന്നത്. മറ്റ് 2 പേർ കൂടി മരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നെങ്കിലും കൃത്യമായി ആരൊക്കെയാണ് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനും വ്യക്തതയില്ല. അധികൃതർ ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തണമെന്നാണ് T. സിദ്ദിഖ് MLA പറയുന്നത്. നമ്മൾ ഈ മരണങ്ങളെ കുറിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി നേരത്തെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിനും ഇക്കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ കൈവന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ആളുകളെ പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു വലിയ ജോലിയാണ്. ഒപ്പം അതീവ ഗുരുതരാവസ്ഥയിൽ ഉള്ള നിരവധി ആളുകൾ ചികിത്സയിലുണ്ടായിരുന്നു. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ളിടത്തെ HOD മേധാവികളെയും ഓരോ വിഭാഗത്തിന്റെ മേധാവികളെയും വിദഗ്ധരായ ഡോക്ടർമാരെയും ഒക്കെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഒപ്പം ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ അവസ്ഥ നോക്കുന്നു. ഒപ്പം പുതുതായി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിവിധയിടങ്ങളിൽ നിന്നായി എത്തുന്ന രോഗികളെ അവരെ ബീച്ച് ആശുപത്രിയിൽ അടിയന്തരമായി ഒരു അത്യാഹിത വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. അവിടെ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗിയുടെ നിലകൾ എന്നിങ്ങനെ ഒരുപാട് സമയബന്ധിതമായി ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ, അല്ലെങ്കിൽ എത്ര പേർ മരിച്ചു, അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ തീപിടുത്തത്തെ തുടർന്ന് 3 പേർ മരിച്ചതായാണ് T. സിദ്ദിഖ് MLA അറിയിച്ചിരിക്കുന്നത്. വയനാട് കോട്ടപ്പടി സ്വദേശി നസീറ 41 വയസ്സായിരുന്നു. നസീറ മരിച്ചെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു നസീറ. വെന്റിലേറ്ററിലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് തീപിടുത്തത്തെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. MS അനീഷ് കുമാർ, തുടരാം. തീർച്ചയായും എന്തായാലും അതേക്കുറിച്ചൊരു വ്യക്തത ഇനി കൈവരാനുണ്ട്. അതിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം. പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഈ OP രജിസ്റ്ററുകളും ഈ ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു ജോലിയാണ്. കാരണം ഈ
6-7 നില വരുന്ന കെട്ടിടത്തിന്റെ ഓരോ നിലയിലും രോഗികളുണ്ടായിരുന്നു. ഒരുപാട് അടിയന്തര ചികിത്സ ഐസിയു അടക്കമുള്ള ആളുകൾ, വെന്റിലേറ്റർ സൌകര്യത്തോടുകൂടി ജീവൻ നിലനിർത്തുന്ന ആളുകൾ, കാർഡിയോളജി വിഭാഗം, ന്യൂറോ വിഭാഗം, അന്നങ്ങനെ എല്ലാ വിധത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധനകൾ നടക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ പൂർണ്ണമായും ഈ മുറികൾക്കുള്ളിലേക്ക് പോയി ആരെങ്കിലുമൊക്കെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച കൃത്യമായ പരിശോധന നടത്തി, പലവട്ടം പരിശോധന നടത്തിയെന്നാണ് നേരത്തെ അധികൃതർ വ്യക്തമാക്കിയത്. ഈ ബാത്റൂമുകൾക്കുള്ളിൽ ഒപ്പം ഈ ലിഫ്റ്റ് പോലുള്ള സൌകര്യങ്ങളിൽ ഒക്കെ ആളുകളുണ്ടോ എന്ന പരിശോധന. കാരണം ഈ അപകടത്തെ തുടർന്ന് അപ്പോൾ തന്നെ ഇവിടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. വളരെ വിശാലമായ ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് ആ കെട്ടിടത്തിന്റെ എല്ലാ ഇടങ്ങളും പരിശോധിച്ച് നോക്കുക തന്നെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ആളുകൾ ഇവിടില്ല. ന്യൂറോ വിഭാഗത്തിൽ മാറ്റാൻ കഴിയാത്ത ചില രോഗികളുണ്ടാവുന്നു. അവരെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരെയും പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. അതായത് ഈ കെട്ടിടം പൂർണ്ണമായി തന്നെ ഇതിനകം ഒഴിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാകുന്നത്. ഒപ്പം ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നും പുക പൂർണ്ണമായി കളയാൻ സാധിച്ചിട്ടുണ്ട് എന്നും അധികൃതർ പറയുന്നു. ഒപ്പം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടിയന്തര ചികിത്സയ്ക്കായി കൊണ്ടുവരേണ്ട രോഗികളെ താൽക്കാലികമായി ബീച്ച് ആശുപത്രിയിൽ എത്തിക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം തീപിടുത്തത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ അന്വേഷണങ്ങൾ നടത്തുമെന്നും അറിയിക്കുന്നു. നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണോ ചേട്ടാ? ഇവിടെ രോഗികൾ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, ആരുമില്ല. ഞങ്ങള് ഇതിലങ്ങനെ ഒരാള് സുഹൃത്ത് മരിച്ചിരുന്നു. മരിച്ചത് കാണാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോ ഇവിടെ രോഗിനിയായിട്ട് ഓടുന്നു ആളുകളല്ല. അന്നേരം ഇവിടെ കയറി നോക്കിയപ്പോ എല്ലാരും ഇവിടെ വന്ന് നിൽക്കണു. വലിയ പുകയായിരുന്നു. നല്ലൊരു തെറ്റില്ലാത്ത പുക. അന്നേരം ചെറിയൊരു മഴയുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നവർ, ആ ഘട്ടത്തിൽ തന്നെ വന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്താണ് അപ്പോൾ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയാണ് ഈ രോഗികളുടെ ബന്ധുക്കൾക്കും മറ്റുമൊക്കെ ഉള്ളത്. ഒപ്പം ഈ ആശുപത്രി ചെലവുകളെ കുറിച്ചുള്ള ആശങ്കകളുമുണ്ട്. കാരണം ഈ 30ഓളം പേര് വിവിധ സ്വകാര്യ ആശുപത്രികളിലായി ചികിത്സയിൽ പ്രവേശിപ്പിച്ചവരുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അവരുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രിയിൽ ചിലവേറിയ ചികിത്സാ ക്രമങ്ങളുണ്ടാവും. ഈ ഐസിയുയിലും വെന്റിലേറ്റർ സഹായത്തോടുകൂടിയൊക്കെ ജീവൻ നിലനിർത്തിയ ആളുകൾക്ക് അതേ സഹായം അത്തരം ആശുപത്രികളിലും നൽകേണ്ടി വരും. അതുകൊണ്ട് അത്തരം ഇടങ്ങളിലുള്ള ഈ ചികിത്സയ്ക്കുള്ള ചെലവുകൾ സർക്കാർ നൽകണമെന്ന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം ഒരു ഓഡിറ്റ് ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. അതായത് ഈ ആശുപത്രിയിൽ നിന്നും ചികിത്സയ്ക്കായി 3 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അതിലേക്ക് മെഡിക്കൽ കോളേജിലെ ഇവിടെയുണ്ടായ അതിദാരുണമായ എമർജൻസി കാഷ്വാലിറ്റിയിലുണ്ടായിട്ടുള്ള ഈ തീപിടുത്തത്തിൽ 3ഓളം ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അതിലൊന്ന്, ഞാനിപ്പോ നസീറ എന്ന് പറയുന്ന 44 വയസ്സുള്ള ഒരു ലേഡി, അവർ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് അവർ താമസിക്കുന്നത്. അവര് നേരത്തെ മാനസികമായ ഒരു പ്രയാസവും വിഷമവും ഒക്കെയായി അവരിവിടെ ഒരു പേഷ്യന്റായി വന്നതിന് ശേഷം അവർ വെന്റിലേറ്ററിലായിരുന്നു. പോയിസണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ വെന്റിലേറ്ററിൽ നിന്ന് ഈ തീ കത്തിയ സമയത്ത് എടുത്ത് ഓടിയ സമയത്ത് മരണപ്പെട്ട് ഇപ്പോൾ 1-ാം വാർഡിലാണ് ബോഡിയുള്ളത്. ഞാൻ 1-ാം വാർഡിൽ പോയി ബോഡി കണ്ടു. കുടുംബങ്ങളുമായി ഇപ്പോൾ സംസാരിച്ചു. അവര് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇവിടെ നിന്ന് തീപിടുത്തത്തെ തുടർന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചത് എന്നുള്ളത് പറയുന്നു. അടിയന്തരമായി എമർജൻസി സിസ്റ്റം ക്രമീകരിക്കുകയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായി വേണ്ടത്. എവിടെയാണ് എമർജൻസി ആയി വരുന്ന രോഗികൾ എവിടേക്ക് വരണം എന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്ന് നേരത്തെ കലക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ അതൊരു പ്രധാനമായി എടുക്കണം. മറ്റൊന്ന്, ആരൊക്കെ മരിച്ചു, അവരുടെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്ര പേഷ്യൻസിനെ കൊണ്ടുപോയിട്ടുണ്ട്, അവരൊക്കെ എവിടെയാണ്, അത് സംബന്ധിച്ചതായിരിക്കുന്ന അനിശ്ചിതത്വത്തിന് വിരാമമിടൽ, പുതുതായി വരുന്ന പേഷ്യൻസിനുള്ള സംവിധാനം ഒരുക്കൽ, ഇത്രയും കാര്യങ്ങൾ അടിയന്തരമായി ക്രമീകരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അടിയന്തരമായി ക്രമീകരിക്കാനുള്ള സംവിധാനം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്.
മരണവുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖ് MLA വിശദീകരണമാണ് കേട്ടത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരാവസ്ഥയിൽ തുടരുന്നതായുള്ള വിശദീകരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും ആശങ്കകരമായ സാഹചര്യം നിലവിലുണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. കാരണം ഈ ആശുപത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നു, അതീവ ഗുരുതരാവസ്ഥയിലായ രോഗികളുണ്ടായിരുന്നു, ഒപ്പം വെന്റിലേറ്റർ സഹായത്തോടുകൂടിയൊക്കെ ജീവൻ നിലനിർത്തുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു ഓഡിറ്റിനെ കുറിച്ച് നീങ്ങുന്നുള്ളൂ. എന്നാലും നമുക്കൊപ്പം നാട്ടുകാർ തന്നെ ഉണ്ട്. ചേട്ടാ, ഇത് സംഭവം തുടങ്ങി കുറച്ച് കഴിഞ്ഞു. നമ്മൾ അപ്പുറത്തെ വാർഡിലായിരുന്നു. ആ സമയത്ത് അവിടെ മഴ പെയ്ത് അപ്പോൾ ഒരു മിന്നെറിഞ്ഞു. ആ സമയത്ത് സർക്യൂട്ട് ആവുമെന്ന് വിചാരിച്ചു. അവിടെ 3 പ്രാവശ്യം ആയി വിറ്റ് നമ്മളെ അവിടെ പേഷ്യന്റ് ഉണ്ട്. ഇടിമിന്നൽ സമയത്ത് 3 പ്രാവശ്യം കറണ്ട് വന്നും പോയി കളിച്ച്. ആ സമയത്ത് ഒരു രോഗിനെ അവിടെ കൊണ്ടുവന്നു. പിന്നെ നമ്മളെ കൊറോണ സമയത്തുള്ള പോലെ ആംബുലൻസിന്റെ ഒരു വരവ് കണ്ടപ്പോൾ നമ്മൾ ഓടി വന്നതാണ്. ആ സമയത്ത് നമ്മൾ വന്ന് 2 പേഷ്യന്റിനെ കയറ്റി ആംബുലൻസിൽ വിട്ടു. പിന്നെ 2 ബോഡിയാ വന്നത്, ഡെത്ത് ബോഡി മരിച്ചതാ. അത് 2 ഞാൻ തന്നെയാണ് ഇവിടെ തള്ളിയിട്ട്. നമ്മളെ കൂടെ മറ്റുള്ളവരുണ്ട്, പക്ഷെ ഞാനാണ് അവരെ കൂടെയുള്ള ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ മരിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് 2 കൂടി മാറ്റിയപ്പോൾ പോലീസ് അവിടെ ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഷിഫ്റ്റ് ചെയ്തപ്പോൾ മരിച്ചതാണോ പറഞ്ഞത്? ഷിഫ്റ്റ് ചെയ്തപ്പോൾ മരിച്ചതെന്നറിയില്ല, പക്ഷെ നമുക്ക് അങ്ങനെയാണല്ലോ വരുന്നത്. പക്ഷെ ഇവിടെ ആ ബോഡി 2 നമ്മൾ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ അത് അതിനുള്ളിൽ മുമ്പ് മരിച്ചതാണെങ്കിൽ ശരിക്കും മോർച്ചറിക്ക് പോകേണ്ടതാണ്. പിന്നെ എന്തായാലും ചെറിയ രീതിയിലൊക്കെ ഓക്സിജൻ കൊടുത്തിരിക്കുന്ന പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണപ്പെടും. കാരണം അതിനുള്ളിൽ അത്രയും പോകണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കാരണം എന്തായാലും ബന്ധപ്പെട്ടവര് ബന്ധുക്കൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ബന്ധുക്കള് ഒന്നും പറഞ്ഞു. കാരണം അവർ ആ സമയത്ത് പിന്നെ അതിന്റെ ഡോക്യുമെന്റ്സ് തരയിലും പിന്നെ അതിന്റെ ഫയലുകൾ തരയിലൊക്കെയാണ്. കുറെ ഫയലുകൾ ഇവിടെ കിട്ടിയതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നു. വെള്ളത്തിലൊക്കെ വീണെടുക്കിയിരുന്നു. പിന്നെ സീരിയസ് ഉള്ള ഒരു 3 കേസ് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പ്രായമുള്ള ആളുണ്ട്, വേറെ 2-3 വെന്റിലേറ്റർ സൗകര്യമുള്ള. അത് വെന്റിലേറ്റർ സൗകര്യമുള്ള വണ്ടിയിൽ തന്നെ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. അത് ബേബിയിലേക്ക് കൊണ്ടുപോയതുണ്ട്, പിന്നെ മിംസിലേക്ക് കൊണ്ടുപോയതുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്.